തൃശൂർ പീച്ചി പട്ടിലുംകുഴി ഗ്രാമം ഫുട്ബോൾ ആവേശത്തിലാണ്. ഖത്തർ ലോകകപ്പിന്റെ മാത്രമല്ല, സ്വന്തം സ്വപ്നമായ ടർഫ് സ്റ്റേഡിയം യാഥാർത്ഥ്യമായതിന്റെയും കൂടി ആവേശം ഇവർക്കുണ്ട്. ടർഫ് നാടിന് സമർപ്പിച്ചതിന്റെ ഉത്സവ ലഹരിയിലാണ് പട്ടിലുംകുഴി ഗ്രാമവാസികൾ. നാടൊന്നിച്ചു നിന്നാൽ നടക്കാത്ത സ്വപ്നങ്ങളില്ലെന്ന യാഥാർത്ഥ്യം കൂടിയാണ് പട്ടിലംകുഴി കാണിച്ചു തന്നത്. നാടെങ്ങും ടർഫ് സ്റ്റേഡിയങ്ങളും അതിലെ മത്സരങ്ങളുടെയും കഥകൾ കേൾക്കുമ്പോൾ പട്ടിലംകുഴിക്കാരും തീരുമാനിച്ചു, നമ്മുടെ കുട്ടികൾക്കും ടർഫ് സ്റ്റേഡിയത്തിൽ കളിക്കണം. നാട്ടുകാരുടെ ആഗ്രഹം കേട്ടപ്പോൾ പൊതുപ്രവർത്തകനായ ഷാജി കോടങ്കണ്ടത്ത്, റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ കെ ഗംഗാധരൻ, നാടകപ്രവർത്തകൻ യാക്കോബ് പയ്യമ്പിള്ളി എന്നിവർ മുന്നോട്ടിറങ്ങി. കൂടെ 100ഓളം നാട്ടുകാരും. ഇതിനായി പട്ടിലംകുഴി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് രൂപീകരിച്ചു. നാട്ടിലെ ഫുട്ബോൾ പ്രേമിയായ മത്തായി 17.5 സെന്റ് സ്ഥലം നൽകി. 40 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് മേഖലയിലെ വിദഗ്ധരിൽ നിന്നും കണക്കെടുത്തു. പിരിവെടുത്തും സമ്മാന കൂപ്പണുകൾ വഴിയും പണം സമാഹരിച്ചു. അധ്വാനത്തിനായി സ്വയം ഇറങ്ങി. നിലമൊരുക്കാനും മണ്ണ് വിരിക്കാനും കോൺക്രീറ്റ് നിറയ്ക്കാനും തുടങ്ങി ലൈറ്റിടലിന് വരെ നാട്ടുകാരെല്ലാവരും ഒന്നിച്ചു. 31 മീറ്റർ നീളവും 20 മീറ്റർ വീതിയുമുള്ള ഫുട്ബോൾ കോർട്ട് ഫ്ലഡ് ലൈറ്റുകളടക്കം സജ്ജമാക്കി. നാടിന്റെ കൂട്ടായ്മയിൽ യാഥാർത്ഥ്യമായ ജനകീയ ടർഫ് സമർപ്പിക്കാനെത്തിയത് സംവിധായകൻ ലാൽ ജോസ് ആണ്. അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ടർഫിന്. ഈ ഗ്രാമത്തിലെ ചെറുപ്പക്കാരെ നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അത് ഇവിടുന്ന് ഫുട്ബോൾ കളിക്കാരുണ്ടാവുക എന്ന് മാത്രമല്ല, അവരുടെ എക്സ്ട്രാ എനർജി ഇവിടെ വേർപ്പായി പോകുമ്പോൾ ലോകത്തിന് അവരെ കൊണ്ട് പിന്നീട് ഗുണമുണ്ടാവും. നേരത്തെ പട്ടിലംകുഴി റോഡ് വീതി കൂട്ടുന്നതിനും തടയണ നിർമ്മിക്കുന്നതിനും ദേശീയപാതയിലേക്ക് എളുപ്പം എത്തിക്കാനുള്ളത് കോടതി പാലം നിർമ്മിക്കുന്നതിനും കാരണമായതും ഷാജി കോടങ്കണ്ടത്തിന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാരുടെ കൂട്ടായ്മയാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.